എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് കേരളത്തിൽ ഒട്ടനവധി ഫ്രാഞ്ചൈസികൾ. 2023 ജനുവരിയിൽ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും ഫൈനൽ ജഡ്ജിമെന്റ് വന്നിരുന്നു. ആ ജഡ്ജിമെന്റിൽ കോടതി പറഞ്ഞ ഒരു പ്രധാന കാര്യം, ഒരു സ്റ്റേറ്റുകളിൽ സെൻറ്റർ ഓഫ് ഫ്രാഞ്ചൈസികൾ പാടുള്ളതല്ലെന്ന്. പക്ഷേ സെൻറ്ററൊന്നുമില്ല, ഫ്രാഞ്ചൈസികൾ കേരളത്തിൽ ഒട്ടനവധി ഉണ്ട്. ഒരു പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ 2023 UGC അംഗീകാരമില്ല. UGCയുടെ വെബ്സൈറ്റിൽ 2024 അംഗീകാരം കൊടുത്ത ഒരു യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റും പബ്ലിഷ് ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ UGC സൈറ്റിൽ ലിസ്റ്റ് ചെയ്ത ശേഷമേ ഭാരതിയാർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. അവർ അത് ചെയ്യാതെ നേരത്തെ തന്നെ 2024 അഡ്മിഷൻ തുടരുകയും. ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ ഫ്രാഞ്ചൈസിയിൽ ഞാൻ വിളിച്ചന്വേഷിച്ചപ്പോൾ അവിടെ നിന്നും പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ആഡിയോയിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ മാഡം, പിന്നെ ഭാരതിയാർക്ക് അഡ്മിഷൻ തുടങ്ങിയോ? അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുക. 2024 തുടങ്ങി. 23 പിന്നെ നമ്മൾ അപ്രൂവൽ എല്ലാം കാണുമോ മാഡം? 2023 അപ്രൂവൽ ഉണ്ടല്ലോ ഭാരതിയാറിന്. ക്ലിയർ ആയില്ല. 2023 അപ്രൂവൽ ഉണ്ടല്ലോ ഭാരതിയാറിന്. ഉണ്ടല്ലേ? അല്ല, 24 എനിക്കൊന്ന് PG എടുക്കണമെന്നുണ്ടായിരുന്നേ. അപ്പോഴേ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ? അഡ്മിഷൻ ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കൂട്ടിയും കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് 9 വർഷമായിട്ട് UGC അംഗീകാരമില്ല. 2015 മുതൽ 2022 വരെയും, അതേപോലെ തന്നെ 2023 2024 ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതിനു മുമ്പാണ് ഫ്രാഞ്ചൈസികൾ അഡ്മിഷൻ നടത്തുന്നത്. നടത്താൻ പാടുള്ളതല്ല. 2023 എന്തായാലും ഒരിക്കലും ലിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാര്യം ആ ഒരു ഇയർ കഴിഞ്ഞു. 2023 ഭാരതിയാറിന് അംഗീകാരമില്ല. അപ്പോൾ കോടതി സംരക്ഷണം നൽകില്ല. നിലവിൽ ഭാരതിയാറിൻ്റെ കേസ് 2015 മുതൽ 2022 വരെയുള്ള UGC വിഷയത്തെ സംബന്ധിച്ചുള്ള കേസാണ് സുപ്രീം കോടതിയിൽ ഇരിക്കുന്നത്. 2023 ഒരു ബന്ധവുമില്ല. 2023 സ്റ്റേ ഓർഡർ അങ്ങനെ ഒന്നും ഭാരതിയാർ എടുത്തിട്ടില്ല. അതുകൊണ്ട് 2023 നിയമസാധ്യതയില്ല. UGC അംഗീകാരം ഇല്ലാതെ തുടരെ ഭാരതിയാർ യൂണിവേഴ്സിറ്റി ഇങ്ങനെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ UGC പബ്ലിക് നോട്ടീസ് ഇറക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അണ്ണാമല യൂണിവേഴ്സിറ്റിക്ക് അപ്രൂവൽ ഇല്ലാത്തത് 2015 മുതൽ 2022 വരെ മാത്രമാണ്. ഭാരതിയാറിനെ സംബന്ധിച്ച് വരുമ്പോൾ 2015 മുതൽ 2022 വരെ 23 അംഗീകാരമില്ല. 24 ലിസ്റ്റും ചെയ്തിട്ടില്ല UGC. അതിന് UGC ലിസ്റ്റ് ചെയ്താൽ അതിലുണ്ടെന്ന് നോക്കിയിട്ട് മാത്രമേ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ മാത്രം തെറ്റാണ്. അതിനെക്കുറിച്ച് UGC RTI വിവരാവകാശത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. നിലവിൽ പൊതുവായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് 2015 മുതൽ 2023 വരെ അംഗീകാരമില്ല. സൈറ്റിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. UGC സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. UGC സൈറ്റിൽ നോക്കാതെ വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. UGC അംഗീകാരമില്ലാത്ത തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ തന്നെ ഭാരതിയാർ ഫസ്റ്റ് പൊസിഷനിൽ കാണും. UGC പബ്ലിക് നോട്ടീസ് ഇറക്കാൻ ചാൻസ് വളരെയധികം കൂടുതലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഭാരതിയാർ യൂണിവേഴ്സിറ്റി. സാമാന്യം കോമൺ സെൻസ് ഉള്ളവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അല്ലാത്തവർക്ക് ഇതൊന്നും ആലോചിക്കാനുള്ള ബുദ്ധിയും ബോധമൊന്നുമില്ല.